ചെന്നൈയിൽ ഞങ്ങൾ അഹമ്മദാബാദിൽ നിന്ന് നേരെ ഇവിടെ ചെന്നൈയിൽ 5 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 30 മിനിറ്റ് സമയം കൊണ്ട് ചെന്നൈയിൽ ഒരു 2 സ്റ്റേഷൻ വരുന്ന റൈഡ് ചെയ്യാൻ പോവാണ്. കാലം എത്ര വ്യത്യസ്തമാണെന്നും എനിക്ക് മനസ്സിലാക്കണമെന്നും എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ചെന്നൈ മെട്രോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ വൈകിട്ട് 5:45. ഞങ്ങളിവിടെ ചെന്നൈയിൽ അണ്ണ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇപ്പോൾ അറൈവൽസ് ടെർമിനലിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ ഒരു ചെറിയ ഹൈപ്പർ ലാപ്സ് ആയാലോ. അറൈവൽസ് ടെർമിനലിൽ നിന്ന് ഇറങ്ങിയ ഞങ്ങൾ അവിടെ തന്നെയില്ല ഒരു നന്ദിനി ഔട്ട്ലെറ്റിൽ നിന്ന് നല്ല ചൂട് ഫിൽറ്റർ കോഫി കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എയ്റോ ഹബ് എന്ന ഈ കെട്ടിടം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇതൊരു ഷോപ്പിംഗ് മോളാണ്. ഞങ്ങൾക്കിവിടെ 5 മണിക്കൂർ ലേ ഓവർ ഉണ്ടല്ലോ. അപ്പോൾ ഈ മോളിലൊന്ന് വന്ന് കറങ്ങിയിട്ട് പിന്നെ ഇച്ചിരി ഷോപ്പിംഗ് കൂടി ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ക്രിസ്മസായി അനുബന്ധിച്ചൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് നേരം കണ്ട് ആസ്വദിച്ച ഞാൻ എൻ്റെ ആദ്യത്തെ ചെന്നൈ മെട്രോ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായി. നമ്മളിപ്പം എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലാണുള്ളത്. ഇപ്പം കണ്ടോ, അങ്ങനെയാണ് വേ ടു എൻട്രൻസ്. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെ നടത്തുന്ന ഒരു കോഫി ഷോപ്പാണിത്. അങ്ങനെ ഞാൻ എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ എൻട്രൻസിലെത്തി. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. ഇവിടെ ഞാനിവിടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഇവിടെ ഫേസ് 2 കോറിഡോർ 5 ECV അതെന്താണെന്നറിയില്ല. അത് ECV 02 എന്ന് എഴുതിയതാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ECV 02. അപ്പോൾ ലാർസൻ ആൻഡ് ടൂബ്രോ ആണ് ഇതും കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ്റെ 2ാം നിലയിലാണുള്ളത്. ഇതിന് കോൺകോഴ്സ് ലെവൽ എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൗണ്ടറിൽ വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിൽ നിന്ന് ആലന്തൂർ വരെ 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ചെന്നൈയിൽ വന്നിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത് നമുക്കിവിടെ ഒരു സ്റ്റേഷൻ ഉണ്ടല്ലോ എന്ന്. അവിടെ ഉണ്ടോ ഷെനായ് നഗർ. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരൊക്കെ ആണെന്ന് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലാവുന്നത്. കൊച്ചി മെട്രോയിന് ഇങ്ങനത്തെ ഒരു സ്റ്റേഷൻ ഇല്ല, പക്ഷെ ചെന്നൈ മെട്രോയിന് അങ്ങനെ ഒരു സ്റ്റേഷൻ ഉണ്ട്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് അരിങ്ങാർ അണ്ണ ആലന്തൂർ മെട്രോ സ്റ്റേഷൻ വരെയാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. ഇങ്ങനത്തെ കുറേ ആസാദി കാ അമൃത് മഹോത്സവിൻ്റെയും ഒക്കെ പോസ്റ്ററുകൾ ഇവിടെ സ്റ്റേഷനിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ അരുൺ ഐസ്ക്രീമിൻ്റെയും എല്ലാ പരസ്യം ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടിക്കറ്റ് ഈ ഓട്ടോമാറ്റിക് ഫെയർ കളക്ഷൻ അഥവാ AFC ഗേറ്റിൽ സ്കാൻ ചെയ്തിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് പോകാം. ഞാനിപ്പോൾ എയർപോർട്ട് മെട്രോ സ്റ്റേഷന് ആലന്തൂർ വരെ പ്ലാറ്റ്ഫോം നമ്പർ 1 വാഷർമാൻ പേട്ട് വരെ പോകുന്ന മെട്രോ ട്രെയിനിലാണ് കയറാൻ പോകുന്നത്. നമ്മുടെ കൊച്ചി മെട്രോയിലൊക്കെ 1-2 പ്ലാറ്റ്ഫോംസ് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഇവിടെ 2 നിലയിലായിട്ട് 2 പ്ലാറ്റ്ഫോം വീതം ഉണ്ട്. നമ്പർ 2 ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റേ ട്രെയിൻ വന്നിട്ടുണ്ടോ? ഇവിടെയും കൊച്ചി മെട്രോ പോലെ സെയിം ആൽസ്റ്റോം എന്ന് പറഞ്ഞ കമ്പനിയുടെ കോച്ചുകളാണ് ചെന്നൈ മെട്രോയ്ക്കും വേണ്ടി നിർമ്മിച്ചത്. ആൽസ്റ്റോം ശ്രീ സിറ്റി, ആന്ധ്രാപ്രദേശിലെ ശ്രീ സിറ്റിയിലാണ് ഈ മെട്രോ കോച്ചുകളൊക്കെ നിർമ്മിക്കുന്നത്. നമ്മുടെ കൊച്ചിയിലൊക്കെ ഈ മെട്രോ ഹെഡ് വേ ടൈം എന്ന് പറഞ്ഞാൽ 8 മിനിറ്റാണ്. പക്ഷേ ഇവിടെ 11 മിനിറ്റ് ആണ് ചെന്നൈ മെട്രോയിൽ ഹെഡ് വേ ടൈം എന്ന് പറയുന്നത്. സിംഗപ്പൂരിൽ മെട്രോ ടൈം
3 മിനിറ്റാണ്. അത് ഏഷ്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഹെഡ്വേ ടൈമാണ്. കൊച്ചി മെട്രോയിലെ പോലെ തന്നെ 3 കോച്ചുകളുടെ ഒരു ട്രെയിനാണ് ചെന്നൈ മെട്രോയ്ക്കും ഉള്ളത്. ലൈറ്റ് കുറച്ചൊരു വാമിഷ് ഷെയ്ഡുള്ള ലൈറ്റ് അല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ നമ്മുടെ ട്രഡീഷണൽ ആ ചെണ്ടക്കൊട്ട ഇല്ലേ, ഡോറ് തുറക്കുമ്പോഴും പൂട്ടുമ്പോഴും, അത് ഞാൻ മിസ് ചെയ്തു. ഇവിടെ ഈ മദ്രാസ് കോഫി ഹൗസിൻ്റെ ഒരു വെൻഡിങ് മെഷീനൊക്കെ ഉണ്ടായിരുന്നതാണ്, പക്ഷെ അതൊക്കെ പൂട്ടിപ്പോയി. ഇവിടെ ആവിൻ്റെ ഒരു സ്റ്റോളുണ്ട്, ആവിൻ മിൽക്ക്. നമ്മുടെ മിൽമ പോലെ തമിഴ്നാടിൻ്റെ ആവിൻ. നമുക്ക് ഇവിടെ നിന്ന് തിരിച്ച് എയർപോർട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം. ഇവിടെയും കൊച്ചിയിലെ പോലെ തന്നെ പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോർസ് ഇല്ല. അതായത് നമ്മുടെ മറ്റേ ഗ്ലാസ് ഡോർസ് ഇല്ലേ, പ്ലാറ്റ്ഫോം ട്രാക്കും വേർതിരിക്കുന്ന ഒരു ഡോർസ് ഇല്ലേ, അതിവിടെ ഇല്ല. അപ്പോൾ ഞാനിപ്പോൾ ആലന്തൂരിന് തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ ട്രെയിനിന് ഇനി 3 മിനിറ്റ് മാത്രം. ഞാനിതാ ട്രെയിനിൻ്റെ ഉള്ളിൽ കയറാണ്. കുറച്ച് തിരക്കുള്ളൂ, അത്രയും തിരക്കില്ല കമ്പാരിറ്റീവ്ലി. അങ്ങനെ നമ്മൾ ജസ്റ്റ് 5 മിനിറ്റ് പോലും ഇരുത്തില്ലെന്ന് തോന്നുന്നു എയർപോർട്ടിൽ തിരിച്ചെത്തി. അപ്പോൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിതാ താഴത്തേക്ക് നടക്കാണ്. ലിഫ്റ്റ് എവിടെ? യെസ്, ഇവരൊരു റൂട്ടിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ലൈൻ മാപ്പ്, ചെന്നൈ മെട്രോ റെയിൽ. യെസ്, ഇതാണ് റൂട്ട് മാപ്പിൻ്റെ ഒരു ഫോട്ടോ. വായിക്കുന്നവർക്ക് പോസ് ചെയ്ത് വായിക്കാം. അപ്പോൾ അങ്ങനെ എൻ്റെ ആദ്യ ചെന്നൈ മെട്രോ യാത്ര ഇത് അവസാനിക്കുകയാണ്. അപ്പോൾ അൻറ്റിൽ നെക്സ്റ്റ് ടൈം ചെന്നൈ മെട്രോ. ഇനി അടുത്ത് തന്നെ നമുക്ക് ചെന്നൈയിലേക്കൊന്ന് ട്രിപ്പ് ഇടാനില്ല, വെറുതെ ഇവരെ ലേ ഓവർ കിട്ടിയപ്പോൾ ഇവിടെ തന്നെ കയറിയതാണ്. എന്തായാലും നമുക്ക് നേരെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് പോവാം. സ്റ്റേഷനിലെ താഴെയായിട്ട് സബർബൻ സ്റ്റേഷൻ ഉണ്ട്. സബർബൻ സ്റ്റേഷൻ്റെയും ഒരു ഭാഗത്ത് ഇവിടെ ലോക്കൽ ക്യാൻറ്റീനും ഉണ്ട് ഇവിടെ. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചീപ്പായിട്ട് ഇവിടെ ദോശയും കാപ്പിയൊക്കെ കുടിക്കുന്നെങ്കിൽ ഇവിടെ തന്നെ കുടിക്കാം. നല്ല ക്ലീൻ ക്യാൻറ്റീനാണ്. യെസ്, അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ടിലെത്തി. റോഡിൽ നിന്ന് മെട്രോ പ്ലാറ്റ്ഫോമിൻ്റെ വ്യൂ. ഇതാണ് എയർപോർട്ട് മെട്രോ സ്റ്റേഷൻ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നതുപോലെ ഇവിടെ 2 നിലയിൽ മെട്രോ ഓടുന്നുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ 2 പ്ലാറ്റ്ഫോം, അതായത് 1, 2 പ്ലാറ്റ്ഫോം, 2 ലൊക്കേഷനിൽ കൊണ്ട പ്ലാറ്റ്ഫോമാണ്. മുകളിലൊരു പ്ലെയിൻ പോകുന്നുണ്ട്, എയർപോർട്ടിൻ്റെ അടുത്തല്ലേ. അപ്പോൾ പിന്നെ 2ാം നിലയിൽ, അതായത് സെക്കൻഡ് ഫ്ലോറിൽ 3ഉം 4ഉം പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അപ്പോൾ 1, 2, 3, 4 അതായത് 4 പ്ലാറ്റ്ഫോമാണ് ഇവിടെ ചെന്നൈ മെട്രോയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കൊച്ചി മെട്രോ ആയിട്ടുള്ള മെയിൻ ഡിഫറൻസ്, ചെന്നൈ മെട്രോ ഇസ് ലൈക്ക് an older form of rapid transport system, and connectivity wise നോക്കിയാൽ ചെന്നൈ മെട്രോ offers a very large or widespread network. കൊച്ചി ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെട്രോ സിസ്റ്റം ആയതുകൊണ്ട് അത് ഗ്രോ ചെയ്തേ വരുന്നതേ ഉള്ളൂ. ഈ ആലന്തൂർ സ്റ്റേഷൻ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയാണ് ഉദ്ഘാടനം ചെയ്തത്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ചെന്നൈ മെട്രോൻ്റെ ഈ ലൈന് ജാപ്പനീസ് സർക്കാരുമായിട്ടുള്ളൊരു ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റ് കൂടിയാണ്. അതിൻ്റെ 2ൻ്റെയും ബോർഡ് ഇതാ ഞാൻ കാണിച്ചു, അത് ആലന്തൂർ സ്റ്റേഷനിൽ ഉണ്ടായതാണ്. ഇനി ഞാൻ എയർപോർട്ടിൽ വെച്ച് എടുത്ത ഫോട്ടോസ്. ഈ ഫോട്ടോയിൽ എൻ്റെ മൗമയും എൻ്റെ ബ്രദർ വിക്രവുമാണ്. ഈ വ്ളോഗ് തന്നെ ഇങ്ങനെ യൂട്യൂബിൽ ഉണ്ടാവാനുള്ള കാരണം അറിയാമല്ലോ. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു, എൻ്റെ മൗമയാണ് ഈ വ്ളോഗിൽ യൂസ് ചെയ്ത എല്ലാം വിഷ്വൽസ് ഇൻക്ലൂഡിങ് ഫോട്ടോസ്, അതെല്ലാം മൗമേൻ്റെ ഫോണിൽ ഗൂഗിൾ ഫോട്ടോസിൽ സേവ്ഡ് ആയിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ എനിക്ക് ഈ ഒരു വ്ളോഗ് പബ്ലിഷ് ചെയ്യാനാവുന്നത്. I am really thankful to her for this.
ഇപ്പോൾ സമയം 8 മണിയായി. ഞങ്ങളുടെ കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് 9 മണിക്കാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൊമസ്റ്റിക് ഡിപ്പാച്ചേഴ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് നടക്കുകയാണ്. ഞങ്ങൾ എന്തായാലും ഡിന്നർ ഉള്ളിൽ ലൗഞ്ചിൽ പോയി കഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ യെസ്, സോ ബൈ ബൈ ചെന്നൈ ഫോർ നൗ, അൺടിൽ നെക്സ്റ്റ് ടൈം. യെസ്, അങ്ങനെ ഒരു ചെറിയൊരു ചെന്നൈ മെട്രോ റൈഡ് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ എൻ്റെ അപ്പൂപ്പനും അമ്മയും അനിയനും ഒക്കെ എല്ലാം മോളിലായിരുന്നു അവർ ഉള്ളത്. എയറോ ഹബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു മോളിലായിരുന്നു അവരിവിടെ ഷോപ്പിംഗ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരു മെട്രോ റൈഡിന് പോയത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ബൈ.